ഹലോ നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിതീഷ്. നമ്മളിന്ന് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത് റെഡ്മി നോട്ട് 5 ആണ്. അൺബോക്സിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ ഫ്രീ ആയി സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അൺബോക്സിംഗ് ആയതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ ക്ഷമിക്കാം. അപ്പോൾ സമയം കളയാൻ നമുക്കിത് അങ്ങോട്ട് അൺബോക്സ് ചെയ്തേക്കാം. അപ്പം നമ്മളിത് അൺബോക്സ് ചെയ്തു. ഇതിനകത്തിന് വേറൊന്നുമില്ല. ഇതിനെനിക്ക് ചിലവായത് 10,148 രൂപയാണ്. ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ടെമ്പേർഡ് ഗ്ലാസും ഓർഡർ ചെയ്തായിരുന്നു. ഇനി ഇതിൻ്റെ ബില്ലാണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, സ്മാർട്ട് ഫോണും പിന്നെ ടെമ്പേർഡ് ഗ്ലാസും. ഈ ഫോണിൽ നമുക്ക് കിട്ടുന്നത് ഒരു 6 ഇഞ്ച് 18:9 ഫുൾ HD+ ഡിസ്പ്ലേയും സ്നാപ്ഡ്രാഗൻ്റെ 625 പ്രോസസ്സറും ക്യാമറയുടെ ഭാഗം പറഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ 5 മെഗാ പിക്സലും റിയർ ക്യാമറ 12 മെഗാ പിക്സലും. ഇതിൽ നമുക്ക് 4000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് 3 GB റാമും 32 GB ഇൻറ്റേർണലുമുള്ള വേർഷനാണ്. ഈ ഫോൺ ഞാൻ എനിക്കായിട്ടല്ല വാങ്ങിയത്, എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. പുറത്ത് നല്ല മഴയായതിനാൽ നമ്മളിന്ന് വീടിനകത്താണ് ഇത് അൺബോക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ ബോക്സും അൺബോക്സ് ചെയ്യാം. ബോക്സിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സോഫ്റ്റ് കേസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയുള്ളതാണ്. ഒരു പുതിയ കേസ് വാങ്ങുന്നത് വരെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ ഫോൺ ഇതാണ്. നല്ല ഗ്ലാമറുള്ള ഫോണാണ് കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം, എന്നിട്ട് ബോക്സിൽ എന്തൊക്കെയുള്ളത് നോക്കാം. നമുക്കൊരു യൂസർ മാനുവൽ, ഒരു വാറണ്ടി കാർഡും ലഭിക്കുന്നുണ്ട്. 1 വർഷം നമ്മുടെ സ്മാർട്ട് ഫോണിനും 6 മാസം നമ്മുടെ ചാർജർ, കേബിൾ എന്നീ ആക്സസറിക്കുമാണ്. ബോക്സിൽ ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒരു USB ചാർജിങ് കേബിളാണ്. മറ്റ് USB കേബിളിനെ അപേക്ഷിച്ച് ഇതിന് കുറച്ച് ലെങ്ത്ത് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാണ് സൈഡിലേക്ക് വയ്ക്കാം. ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സിം ഇജക്ട് ടൂൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സിം ഇജക്ടർ ടൂൾ. ഇനി നമ്മുടെ ചാർജർ.
ഇതൊരു നോർമൽ ചാർജറാണ്, ഫാസ്റ്റ് ചാർജറൊന്നുമല്ല. ഇതിൽ നമുക്ക് 5 വാൾട്ടും 2 ആംപിയറും ചാർജ് ഔട്ട്പുട്ട് കിട്ടും. ഇനി ഇതൊക്കെ മാറ്റി വെച്ച് നമുക്ക് നമ്മുടെ മെയിൻ ഡിവൈസിലേക്ക് പോകാം. നമുക്ക് ഈ ഫോണിൽ നമ്മുടെ കേസ് ഒന്ന് ഇട്ട് നോക്കാം. കേസിൽ ഫോൺ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്, ലൂസൊന്നുമില്ല. ഇനി ഇതിൻ്റെ സ്ക്രീനിലുള്ള ഈ കവറൊന്ന് കളയാം. എനിക്കിതിങ്ങനെ കളയാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഫോണൊന്ന് ഓണാക്കി നോക്കാം. ഫോൺ ഓണാവുന്നുണ്ട്, നമുക്ക് കാണാം. മീ ലോഗോ വന്നു. അപ്പോൾ നമ്മുടെ ഫോണ് ഓണായി. ഈ മീ UI9 ഒന്ന് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മീ UI9. ഭയങ്കര സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്, ലാഗിനെസ് ഒന്നുമില്ല ഈ UIയിൽ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതിൻ്റെ ക്യാമറയുടെ UI നോക്കാം. ഇനി നമുക്ക് ഇതിലൊരു ഫിംഗർ പ്രിൻ്റ് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻ്റ് സെറ്റ് ചെയ്തു. ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് തുറക്കുന്നുണ്ട്. കണ്ടോ, എത്ര ഫാസ്റ്റാണെന്ന് നമുക്ക് തന്നെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ടെക്നോളജി സംബന്ധമായ വീഡിയോകൾക്കാണ് ഈ ചാനൽ ഫ്രീ ആയി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്ക് ബൈ.